إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون عباد الله يقول ربنا تبارك وتعالى في كتابه الكريم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് 10 വിഭാഗം ആളുകളോടുള്ള ബാധ്യതകളെ കുറിച്ച്. ഏറ്റവും ആദ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഹഖ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും അവനോട് യാതൊരുവനെയും പങ്കു ചേർക്കരുതെന്നും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് നൽകി. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين, ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കണം. വൽജാരി ദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, അയൽവാസികളോട് കുടുംബ ബന്ധമുള്ള അയൽവാസിയോടും കുടുംബ ബന്ധമില്ലാത്ത അന്യരായ അയൽവാസിയോടും സഹവാസിയോടും വഴിയാത്രക്കാരനോടും അതുപോലെ തന്നെ നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോടും നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക. തീർച്ചയായും പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ഒരുവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ വസിയത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, അത് അയൽവാസിയോടുള്ള ബാധ്യതയാണ്. അയൽവാസികളോടുള്ള ബാധ്യതകളെ കുറിച്ച് അല്ലാഹു തആല ആയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം അയൽവാസികൾ കുടുംബ ബന്ധമുള്ള അയൽവാസിയാണ്. അവരോട് നിനക്ക് കുടുംബ ബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്. അയൽവാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത് അത്തരത്തിലുള്ള അയൽവാസികളോടാണ്, കുടുംബ ബന്ധമുള്ള അയൽവാസിയോടാണ്. അവരുടെ കാര്യത്തിൽ നിനക്ക് 3 ബാധ്യതകളാണ്. ഒന്ന് ഹഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പേരിലുള്ള ബാധ്യത, മുസ്ലിമാണ് എന്നതിന്റെ പേരിലുള്ള ബാധ്യത. രണ്ടാമത് ഹഖുർ റഹിം, കുടുംബ ബന്ധത്തിന്റെ പേരിലുള്ള ബാധ്യത. മൂന്നാമത്തത് ഹഖുൽ ജിവാർ, അയൽവാസി എന്ന നിലക്കുള്ള ബാധ്യത. ആരാണോ ഈ അയൽവാസിയോട് നന്മ പ്രവർത്തിക്കുകയും അവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്തത്, തീർച്ചയായും അവൻ ഈ 3 ബാധ്യതകളും നിറവേറ്റിയിരിക്കുന്നു. ആരാണോ അതിൽ പരാജയപ്പെട്ടത്, വീഴ്ച വരുത്തിയത്, അവൻ ഈ മൂന്ന് ബാധ്യതകളിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. രണ്ടാമതായി കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു വൽജാരിൽ ജുനുബ്, അന്യനായിക്കൊണ്ടുള്ള അയൽവാസി, അവനുമായി കൊണ്ട് നിനക്ക് കുടുംബ ബന്ധമില്ല, രക്തബന്ധമില്ല. അവന്റെ കാര്യത്തിൽ നിനക്ക് 2 ബാധ്യതകളാണുള്ളത്. ഒന്ന് ഹഖുൽ ഇസ്ലാം, മുസ്ലിം എന്ന നിലക്കുള്ള ബാധ്യത. രണ്ടാമത് ഹഖുൽ ജിവാർ, അയൽവാസിയോടുള്ള ബാധ്യത. മൂന്നാമതായി കൊണ്ടുള്ള അയൽവാസി അൽജാറുൽ കാഫിർ, കാഫിറായ അയൽവാസിയാണ്, അവിശ്വാസിയായ അയൽവാസി. കാഫിറായ അയൽവാസിയുടെ കാര്യത്തിൽ അവനോട് നന്മ ചെയ്യണമെന്നും അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് നാം വിചാരിക്കരുത്. നേരെ മറിച്ച്
കാഫിറായ അയൽവാസിയോട് പോലും നന്മ പ്രവർത്തിക്കാനും അവരോട് നീതി പുലർത്തുവാനും ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ചും അയൽവാസികൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മുസ്ലിമീങ്ങളോടും യുദ്ധം ചെയ്യാത്തവരായിരിക്കെ ഇസ്ലാമിനോട് അവർക്ക് ഇണക്കമുണ്ടാകാൻ, ഇസ്ലാമിനോട് അവർക്ക് താല്പര്യമുണ്ടാകാൻ, മുസ്ലിമായ അയൽവാസിയിൽ നിന്ന് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും അവർ കാണുകയും ചെയ്താൽ, ഇസ്ലാമിന്റെ നന്മ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൊള്ളും. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായിട്ടുള്ളവരോട്, അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് നന്മ ചെയ്യുന്നതും അവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു തആല വിരോധിക്കുന്നില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സുന്നത്തിലൂടെ അയൽവാസികളോടുള്ള ബാധ്യതകളെ കുറിച്ച് ഊന്നിപ്പറഞ്ഞു. جاء في حديث عائشة رضي الله تعالى عنها في الصحيحين أن النبي صلى الله عليه وسلم قال ما زال جبريل يوصيني بالجار حتى ظننت أنه سيورثه. جبريل عليه الصلاة والسلام നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസിയ്യത്ത് നൽകിക്കൊണ്ടേയിരുന്നു. അയൽവാസികളുടെ കാര്യത്തിൽ അയൽവാസികളോടുള്ള ബാധ്യതകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നിനു പിറകെ മറ്റൊന്നായി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസിയ്യത്തുമായി കൊണ്ട് വഹിയുമായി കൊണ്ട് ഇറങ്ങി വന്നു. എതുവരേക്കുമെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു പോയി, അവരെങ്ങാനും അനന്തരാവകാശം എടുക്കുമോ, അതായത് താൻ മരണപ്പെട്ടാൽ തന്റെ അയൽവാസി തന്റെ അനന്തരാവകാശത്തിൽ നിന്ന് അർഹതയുള്ള ആളായി തീരുമോ എന്ന് വിചാരിച്ചു പോകുമാറ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയൽവാസികളുടെ കാര്യത്തിൽ വസിയ്യത്ത് നൽകിക്കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികൾ നമ്മുടെ ഈമാനിന്റെ അളവുകോലാണ്, നമ്മുടെ ദീനിന്റെ തുലാസാണ്. ആ അയൽവാസിയോട് നീ നന്മ പ്രവർത്തിക്കുകയും അവരോട് നീതി പാലിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽവാസിയുടെ കാര്യത്തിൽ നിന്റെ മേലേൽപ്പിച്ച ബാധ്യത നിർവഹിക്കുകയും ചെയ്താൽ അത് നിന്റെ ഈമാനിന്റെ അടയാളമാണ്. ജാഅ ഫി സ്വഹീഹൈൻ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ من كان يؤمن بالله فاليوم الآخر فليحسن إلى جاره وفي رواية أخرى فليكرم جاره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയോട് നന്മ പ്രവർത്തിക്കട്ടെ, തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. അത് ഈമാനിന്റെ അടയാളമാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ അടയാളമാണ് അവൻ തന്റെ അയൽവാസിയെ ആദരിക്കുകയും അവനോട് നന്മ ചെയ്യുക എന്നത്. എങ്ങനെയാണ് അയൽവാസിയെ ആദരിക്കുക? ഏറ്റവും ആദ്യം അവന്റെ മനസ്സുകൊണ്ട്, അവന്റെ ഹൃദയം കൊണ്ട് അവൻ തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. അവനെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അവനെ കുറിച്ച് നല്ല ചിന്ത വെച്ചുകൊണ്ടും ശർഈയായ കാരണമില്ലാതെ അവനെ വെറുക്കാതിരുന്നു കൊണ്ടും മനസ്സുകൊണ്ട് അവൻ തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. അവന്റെ നാവ് കൊണ്ട്, അവന്റെ വാക്കുകൊണ്ട് അവൻ തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. നല്ല വാക്ക് സംസാരിച്ചുകൊണ്ട്, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, തീർച്ചയായും നല്ല വാക്ക് പറയുക എന്നത് സ്വദഖയാണ്. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, തീർച്ചയായും നല്ല വാക്ക് സ്വദഖയാണ്, ദാനമാണ്. നല്ല വാക്ക് പറയുക എന്നത് അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്ന സ്വദഖയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇല്ലം തജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, ഇനി അതുപോലും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നല്ല വാക്ക് കൊണ്ടെങ്കിലും, നല്ല വാക്ക് സംസാരിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. മൂന്നാമതായിക്കൊണ്ട് നിന്റെ പ്രവൃത്തി കൊണ്ട് നീ നിന്റെ അയൽവാസിയെ ആദരിക്കുക. അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നീ അവനെ സഹായിക്കുക. നിന്റെ അധികാരം കൊണ്ടും നിന്റെ പദവി കൊണ്ടും നിന്റെ സ്ഥാനം കൊണ്ടും അവന്റെ കാര്യത്തിൽ നീ ശുപാർശ ചെയ്യുക നിനക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ശഫാഅത്ത്, ശുപാർശ എന്നത്
അധികാരത്തിന്റെയും പദവിയുടെയും സക്കാത്താണ്. അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം കൽപ്പിച്ചതായി കാണാം: യാ അബൂദർ, ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക. യാ അബൂദർ, നീ സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, നിന്റെ വീട്ടിൽ സൂപ്പ് പാകം ചെയ്യുകയാണെങ്കിൽ അതിൽ വെള്ളം കൂട്ടുക, എന്നിട്ട് നിന്റെ അയൽവാസികൾക്ക് നൽകുക. അതെത്ര നിസാരമാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ശരി, അതെത്ര ചെറുതാണെങ്കിലും ശരി, നിന്റെ അയൽവാസിക്ക് നീ അത് നൽകുക. അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ധാരാളം നൽകണമെന്ന്, വലിയ വലിയ കാര്യങ്ങൾ നൽകണമെന്ന്, ഭക്ഷണങ്ങൾ വലുതായിരിക്കണമെന്ന് യാതൊരു നിബന്ധനയുമില്ല. ഒരുവന്റെ കഴിവിനനുസരിച്ചാണ് നിനക്ക് സാധിക്കുന്നത് നിന്റെ അയൽവാസിക്ക് നൽകുക. ജാ ഫി ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ قالت قال رسول الله صلى الله عليه وسلم يا نساء المسلمات لا تحقرن جارة لجارتها ولو فرس نشاء. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മുസ്ലിം സ്ത്രീകളുടെ സമൂഹമേ, നിങ്ങൾ ഒരാളും തന്റെ അയൽവാസിയെ നിസാരമായി കാണരുത്. ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ, ഒരയൽവാസിയും തന്റെ അയൽവാസിയെ നിസാരമായി കാണരുത്. ഒരാടിന്റെ കുളമ്പാണ് അവർ നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ പോലും അതിനെ നിങ്ങൾ നിസാരമായി കണ്ടുകൂടാ. നീ അത് സ്വീകരിക്കണം. അത് ചെറുതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അത് നൽകാതിരിക്കുകയും ചെയ്യരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നന്മയെയും നിങ്ങൾ നിസാരമായി കൊണ്ട് കാണരുത്. അത് സന്തോഷത്തോടു കൂടി നൽകുക. തന്റെ അയൽവാസി അത് സന്തോഷത്തോടു കൂടി, അവൻ തനിക്ക് വേണ്ടി ഒരു നന്മ പ്രവർത്തിച്ചു എന്ന പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഇസ്ലാമിൽ അയൽവാസികൾക്കുള്ള അവകാശങ്ങൾ ഒരുപാടാണ്. അത് വളരെ വലുതാണ്. ജാ ഫീ ഹദീസി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ قال قال رسول الله صلى الله عليه وسلم لا يؤمن قال رسول الله صلى الله عليه وسلم ليس بالمؤمن الذي يبيت شبعانا وجاره جائع الى جنبه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവനൊരു മുഅ്മിനല്ല, അവൻ ഈമാനില്ല, അവൻ വിശ്വസിച്ചിട്ടില്ല. ആരാണത്? അല്ലദീ യബീതു ശബ്ആൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, അയൽവാസി വിശന്നിരിക്കെ രാത്രിയിൽ വയറ് നിറച്ച് കഴിച്ച് കിടന്നുറങ്ങുന്നവൻ, അവൻ മുഅ്മിനല്ല, അവന്റെ ഈമാൻ പൂർണ്ണമല്ല, അവന്റെ ഈമാൻ ദുർബലമായ ഈമാനാണ്. അവനറിയാം തന്റെ അയൽവാസി രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൻ വിശന്നിരിക്കുകയാണ്, അവനൊരു വേറത്തെ ഭക്ഷണത്തിന് ആവശ്യക്കാരനാണ് എന്നറിഞ്ഞുകൊണ്ട് അവനും അവന്റെ സന്താനങ്ങളും അവന്റെ കുടുംബവും വയറ് നിറച്ച് കഴിക്കുകയും എന്നിട്ട് രാത്രി കിടന്നുറങ്ങുകയും ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി, അവൻ മുഅ്മിനല്ല, അവന്റെ ഈമാൻ പൂർണ്ണമല്ല, അവന്റെ ഈമാൻ ദുർബലമായിട്ടുള്ളതാണ്. അഖൂലു മാ ഖുൽതു അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ സയ്യിദിൽ അൻബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أيها المسلمون عباد الله، روى الإمام البخاري ومسلم في صحيحيهما من حديث أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وعلى آله وسلم والله لا يؤمن والله لا يؤمن والله لا يؤمن. قيل ومن يا رسول الله؟ قال الذي لا يأمن جاره بوائقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, അവൻ വിശ്വസിക്കുന്നില്ല, അവൻ മുഅ്മിനല്ല. ആരാണ് അല്ലാഹുവിന്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹ, തന്റെ അയൽവാസി അവന്റെ ഷർറിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതനല്ല, അവന് സുരക്ഷിതത്വ ബോധമില്ല, അവൻ വിശ്വസിച്ചിട്ടില്ല. നിന്റെ അയൽവാസി നിന്റെ ഷർറിൽ നിന്ന്, നിന്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതത്വ ബോധമുള്ളവനല്ല എങ്കിൽ നീ വിശ്വസിച്ചിട്ടില്ല. നിന്റെ ഈമാൻ ദുർബലമായ ഈമാനാണ്. അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ഈമാനല്ല നിന്റേത്.
ഉലമാക്കൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ഒരുവൻ അവന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഉച്ചത്തിൽ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്തത് കാരണത്താൽ തന്റെ അയൽവാസിക്ക് അത് ശല്യമുണ്ടാക്കി, അത് ഉപദ്രവമുണ്ടാക്കി, അവന്റെ ഉറക്കത്തിൽ നിന്ന് അവനെ തടഞ്ഞുവെങ്കിൽ അത് അയൽവാസിയോടുള്ള ഉപദ്രവമാണ്, അതിക്രമമാണ്, അക്രമമാണത് എന്ന് ഉലമാക്കൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് പാരായണം ചെയ്തതിന്റെ പേരിൽ അത് കാരണത്താൽ തന്റെ അയൽവാസിക്ക് ഉപദ്രവമുണ്ടായെങ്കിൽ എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ സംഗീതം കൊണ്ടും സംഗീത ഉപകരണങ്ങളെ കൊണ്ടും അയൽവാസിയെ ഉപദ്രവിക്കുന്നത് എന്തുമാത്രം വലിയ കുറ്റമാണ്, എന്തുമാത്രം വലിയ തെറ്റാണ്. സഹോദരങ്ങളെ, ജാഅ ഫീ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഇൻദൽ ഇമാം മുസ്ലിം أن النبي صلى الله عليه وسلم قال لا يدخل الجنة لا يدخل الجنة من يأمن جاره بوائقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആരാണ് തന്റെ അയൽവാസി തന്റെ ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതനല്ല, അവന് സുരക്ഷിതത്വ ബോധമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, തന്റെ അയൽവാസിക്ക് തന്റെ ഉപദ്രവത്തിൽ നിന്നും തന്റെ ഷർറിൽ നിന്നും സുരക്ഷിതത്വ ബോധം തോന്നുന്നില്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയെങ്കിൽ നേർക്ക് നേരെ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് എത്രമാത്രം വലിയ തെറ്റാണ്, എത്രമാത്രം വലിയ കുറ്റമാണ്. സഹോദരങ്ങളെ, തന്റെ അയൽവാസിയുടെ ഷർറിൽ നിന്ന് ഒരുവന് സുരക്ഷിതത്വ ബോധമില്ല. അതായത് അവന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയാൽ അവന്റെ നോട്ടത്തിൽ നിന്നും അവൾ സുരക്ഷിതയല്ല എന്നവന് തോന്നുകയാണ്. തന്റെ സന്താനങ്ങൾ പുറത്തിറങ്ങിയാൽ തന്റെ അയൽവാസിയുടെ ഷർറിൽ നിന്നും അവർ സുരക്ഷിതരല്ല. അയൽവാസി അവന്റെ വീടിന്റെ മുറ്റത്തൊരു വാഹനം വെച്ചാൽ അവന്റെ ഷർറിൽ നിന്ന്, അയൽവാസിയുടെ ഷർറിൽ നിന്ന്, അവന്റെ സന്താനങ്ങൾ ഷർറിൽ നിന്ന് സുരക്ഷിതമല്ല എന്നൊരുവന് തോന്നുകയാണ്. ഇതെല്ലാം ഈ ഹദീസിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികളുടെ കാര്യത്തിൽ നാം അല്ലാഹു തആലയെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമുണ്ടാക്കുന്നതാണ്. നമ്മൾ എത്ര നമസ്കരിക്കുന്നവരായാലും ശരി, നോമ്പെടുക്കുന്നവരായാലും ശരി, സ്വതക്കകളും ദാനധർമ്മങ്ങളും ചെയ്യുന്നവരായാലും ശരി. ജാഅ ഫീ ഹദീസി അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇൻദൽ ഇമാം അഹ്മദ് أنه قال رجل يا رسول الله إن فلانة يذكر من كثرة صيامها وصلاتها وصدقتها ولكنها تؤذي جارها بلسانها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെടുന്നു, അവൾ ധാരാളമായി കൊണ്ട് ഒരുപാട് നമസ്കരിക്കുന്നവളാണ്, നോമ്പെടുക്കുന്നവളാണ്, സ്വതക്കകൾ നൽകുന്നവളാണ്, പക്ഷേ അവൾ അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഹിയ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ നരകത്തിലാണ്. ധാരാളം നമസ്കരിക്കുന്നവളാണ്, ധാരാളമായി കൊണ്ട് സ്വതക്ക നൽകുന്നവളാണ്, ധാരാളമായി കൊണ്ട് സക്കാത്ത് നൽകുന്നവളാണ്, ഇബാദത്തുകൾ ധാരാളമായി അല്ലാഹുവിന് അർപ്പിക്കുന്നവളാണ്, പക്ഷേ അവൾ അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ നരകത്തിലാണ്. മറ്റൊരു റിവായത്തിൽ ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ യാതൊരു ഖൈറുമില്ല, അവൾ നരകത്തിലാണ്. ثم قال رجل يا رسول الله إن فلانة يذكر من قلة صيامها وصدقتها وصلاتها ولكنها لا تؤذي جارها بلسانها. അള്ളാഹുവിന്റെ റസൂലെ, ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെടുന്നു, അവൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന സ്ത്രീയല്ല. നമസ്കാരമുണ്ട്, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നതിന് കൂടെ വളരെ കുറച്ച് മാത്രമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ വളരെ അധികമൊന്നുമില്ല, സുന്നത്തായ സ്വതക്കകളും വളരെയൊന്നും ചെയ്യുന്ന സ്ത്രീയല്ല, പക്ഷേ അവൾ അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നവളല്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ സ്വർഗ്ഗത്തിലാണ്. ധാരാളക്കണക്കിന് ഇബാദത്തുകൾ അവൾക്കില്ല, പക്ഷേ അവൾക്കൊരു ഗുണമുണ്ട്, തന്റെ അയൽവാസി അവൾ ഉപദ്രവിക്കുന്നില്ല. അവളുടെ ഷർറിൽ നിന്ന് തന്റെ അയൽവാസി സുരക്ഷിതത്വമുള്ളവരാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിൽ അയൽവാസികൾക്കുള്ള അവകാശങ്ങളും അവരോട് നമുക്കുള്ള ബാധ്യതകളും വളരെ വലുതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ അയൽവാസിയുടെ കാര്യത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും നാം വരുത്തിക്കൂടാ. നാം കഴിയുന്ന രീതിയിൽ നമ്മുടെ കഴിവനുസരിച്ച് അവരെ ആദരിക്കുകയും അവർക്ക് നന്മ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നസ്അലുല്ലാഹി അൽ-അലിയ്യൽ അദീം ബിമന്നിഹി വകറമിഹി വഫദ്ലിഹി വഇഹ്സാനിഹി അൻ യുവഫിഖനാ വഇയ്യാകും ലികുല്ലി ഖൈർ വഅൻ യുജന്നിബനാ വഇയ്യാകും കുല്ല ശർരിൻ വദൈർ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم عليك باليهود والنصارى والمشركين اجمعين. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا المسلمين المستضعفين في فلسطين. اللهم انصرهم. اللهم ارفع رايتهم وقوي شوكتهم وسدد رميتهم. اللهم عليك باليهود والنصارى والكفار أجمعين. اللهم أرنا فيهم عجائب قدرتك يا قوي يا عزيز. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله.